വിശ്വയോഗ ദിനാചരണ സമിതിയുടെ നേതൃത്വത്തിൽ യോഗാഭ്യാസ പ്രകടനം നടത്തി. ആരോഗ്യകരമായ വാർദ്ധക്യത്തിനായി യോഗ എന്ന പ്രമേയത്തിൽ യോഗയുടെ പ്രാധാന്യം വിളിച്ചോതിക്കൊണ്ട് നടത്തിയ അന്താരാഷ്ട്ര യോഗ ദിനാചരണം ശ്രദ്ധേയമായി. വിവിധ യോഗ പരിശീലകരും യോഗ പ്രചാരകരും പരിപാടിയിൽ പങ്കെടുത്തു. ശ്വാസോച്ഛ്വാസ ക്രമീകരണത്തിലൂടെ ആരോഗ്യം വീണ്ടെടുത്ത രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച വാർദ്ധക്യകാല അസുഖങ്ങളെയും അവശതകളെയും അകറ്റി നിർത്താനാവുമെന്നാണ് വിദഗ്ധ അഭിപ്രായം. ശ്വാസോച്ഛ്വാസ ഊർജം നേടുന്നതിലൂടെ ആരോഗ്യമുള്ള ശരീരം, ശാന്തതയുള്ള മനസ്സ്, ഏകാഗ്രത, സജീവമായ ജീവിതശൈലി എന്നിവ സംരക്ഷിക്കാൻ കഴിയും. വ്യക്തിജീവിതം സന്തുഷ്ടവും സമാധാനപരവുമാവുകയും ചെയ്യും. ഭൂമി ഉത്തരായനത്തിൽ നിന്നും ദക്ഷിണായനത്തിലേക്ക് മാറുന്ന കാലത്തുണ്ടാകുന്ന ആരോഗ്യശേഷിക്കുറവിനെയും രോഗാവസ്ഥകളെയും പ്രതിരോധിക്കാൻ യോഗ പരിശീലനത്തിലൂടെ സാധിക്കും. യോഗയുടെ പ്രാധാന്യം വിളിച്ചോതി വടക്കന്തറയിൽ നടന്ന യോഗാഭ്യാസം VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. അമൃത ഹോമിയോ MD ഡോക്ടർ KP നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ P സ്മിതേഷ് ആശംസകൾ അർപ്പിച്ചു. വിശ്വയോഗ ദിനാചരണ സമിതി പ്രസിഡന്റ് P പ്രഭാകരൻ, ജനറൽ സെക്രട്ടറി BK ഗോപാലകൃഷ്ണൻ, യോഗ ശിരോമണി K വിജയകുമാർ, വിവിധ യോഗ പരിശീലകരും പ്രചാരകരുമായ BK മീനാബഹൻ, ഗായത്രി ആചാര്യൻ, സുധാകർ ബാബു, സുനിൽ ശ്രീധർ, ഡോക്ടർ R പത്മകുമാർ, അഡ്വക്കേറ്റ് BBR മേനോൻ എന്നിവർ നേതൃത്വം നൽകി. അതീന്ദ്രിയമായ ആത്മസുഖമാണ് അനുഭവിക്കുക. സോ ഈ ദേഹത്തിൽ നിന്ന് വേറിട്ട ഒരു ചൈതന്യമാണ് നമ്മളെന്ന് ആ ഒരു ഫീലിംഗ്. കാരണം ആത്മാവിനെ ഊർജത്തെ കാണാൻ പറ്റില്ല, പക്ഷെ നമുക്കറിയാം ഈ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നത് ആത്മീയ ചൈതന്യമാണ്. സോ മെഡിറ്റേഷനിൽ നമുക്കാദ്യം നമ്മളിലെ ആ സ്പിരിച്വൽ പവർ ഫീൽ ചെയ്യും. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് ഈ ബീയിങ്ങിന് സുപ്രീം ബീയിങ് പരമശക്തിയുമായി പരമസ്രോതസ്സുമായി കണക്റ്റഡ് ആകാൻ ആ ഈശ്വരീയ ശക്തിയുടെ പവർ ഫീൽ ചെയ്യാൻ കഴിയും. UTV ന്യൂസ്, പാലക്കാട്.